വീഡിയോയിൽ ഇടാൻ പോകുന്ന തമ്മിൽ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഹായ് ഓൾ, റെയ്നൽ ദിസ് സൈഡ്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി DM വരാറുണ്ട്, പേഴ്സണലി മെസ്സേജസ് അയക്കാറുണ്ട്. അതായത് ഫോറെവറിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിലാണെങ്കിലും F03നെ കുറിച്ചാണെങ്കിലും പോസിറ്റീവ് വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ നെഗറ്റീവ് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാർ പറയുന്നത് കമൻസുകളിലാണെങ്കിലും കാണുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായി. അപ്പോൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് റെയിനിൽ എന്താണെന്നൊരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്തുകൊണ്ടാണ് ഫോറെവറിനെ കുറിച്ച് അല്ലെങ്കിൽ F03നെ കുറിച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്, എന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ലിസ്റ്റ് അയച്ചു തന്നു എന്തൊക്കെ നെഗറ്റീവാണ് പറയുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാൻ അതിനകത്തൊരു 1-2 ഇതിനകത്ത് കണ്ടേക്കുന്നതാണ്. ഫോറെവർ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഫോറെവർ നല്ല കമ്പനിയാണ്. F03 എന്ന് പറയുന്ന ഒരു ടീം ഫേക്ക് ടീമാണ് എന്ന ലെവലിലാണ് ഞാൻ ഒരു പറ്റം ആൾക്കാരുടെ കമൻസുകളിലും വീഡിയോസിലും ഞാൻ കണ്ടത്, അല്ലെങ്കിൽ മീൻസ് ഈ കമൻസുകളിലും വീഡിയോസിലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത്, ഞാൻ ഫോറെവറിൽ 2018 ജോയിൻ ചെയ്ത വ്യക്തിയാണ്. 2018 തൊട്ട് ഞാൻ ഫോറെവർ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഫോറെവറിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫോറെവറിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ 18 വയസ്സിന് മേലായിരിക്കണം, ഒരു സ്പോൺസർ ഉണ്ടാവണം. ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ ഫോറെവറിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനോ ബിസിനസ് ചെയ്യാനോ കൺസ്യൂമറായിട്ട് ഇരിക്കാനോ നിങ്ങൾക്ക് പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങൾ കൺസ്യൂമറായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസർ വേണം. ഇവിടെ എന്തുകൊണ്ടാണ് F03യുടെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് ഫോറെവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോറെവർ ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന്. ഇവിടെ കേരളത്തിൽ ഇതിന് ഒരുപാട് ടീമുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് F03. F03 എന്ന് പറഞ്ഞൊരു വേറൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയോ ഫോറെവർ വേറൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയോ അല്ല. F03 വർക്ക് ചെയ്യുന്ന സാധാ ഫോറെവറിൽ ഡയറക്റ്റായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. F03 എന്ന് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ ഏത് വ്യക്തിയുടെ അടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കമ്പനിയായിട്ട് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടാവണം. സ്പോൺസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറെവറായിട്ട് ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിലാവട്ടെ സൗത്ത് ഇന്ത്യയിലാവട്ടെ ഒരുപാട് പേര് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് F03. F03യുടെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ പറയാറുണ്ട് F03 ഫേക്കാണ്. അങ്ങനെ F03 ഫേക്ക് ആണെങ്കിൽ F03യിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ഫേക്ക് ആയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോറെവർ എന്ന് പറയുന്ന ഒരു ജെനുവിൻ കമ്പനി 170 രാജ്യങ്ങൾ, ഇന്ത്യയിൽ തന്നെ 23 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. സോ അത്രയും വലിയൊരു കമ്പനിയിൽ എത്തിക്കൽ അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനി തീർച്ചയായിട്ടും നമ്മൾ തൂക്കും. അങ്ങനെ തൂക്കാറുണ്ട് കമ്പനി. അതായത് കമ്പനി അവരെ ടെർമിനേഷൻ കൊടുക്കുമെന്ന്. കേരളത്തിലാണെങ്കിലും ഒരുപാട് പേർക്കാണ് ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് അൺഎത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി 24/7 വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ഏത് ടീമാണെന്നും കമ്പനി നോക്കുന്നില്ല. അത് F03 ആയാലും ശരി, വേറെ ഏത് ടീമായാലും ശരി, ഏത് കമ്മ്യൂണിറ്റി ആയാലും ശരി, എവിടെയാണെങ്കിലും നിങ്ങൾ ഫോറെവറായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎത്തിക്കലായിട്ടാണ് ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ, നിങ്ങൾക്ക് ഏത് കമ്മ്യൂണിറ്റിയിൽ പോയി ജോയിൻ ചെയ്യാം. F03 ആവട്ടെ, ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും പോയി ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾ ഫോറെവർ ബിസിനസ് ചെയ്യണമെങ്കിൽ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യണം. അപ്പോൾ അൺഎത്തിക്കലായിട്ട് ഒരാൾക്കും ഫോറെവറിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ അൺഎത്തിക്കലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി എനിക്ക് സസ്പെൻഷനും തുടർന്ന് ടെർമിനേഷൻ വരെ ഡാം ഷോർട്ടായിട്ട് കമ്പനി തരും. അങ്ങനെ തന്നിട്ടുണ്ട്, എൻ്റെ ടീമിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ F03 അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫേക്ക് ആണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, നെഗറ്റീവ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നെഗറ്റീവ് സ്വാഭാവികമായിട്ട് ഉള്ളതാണ്. ഞാൻ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഏത് ഫീൽഡിലാണ് 100% പോസിറ്റീവ് മാത്രമുള്ള ആൾക്കാരെ കാണിച്ചു തരാൻ സാധിക്കുക? സിനിമ ഫീൽഡ് എടുത്തോ. സിനിമ ഫീൽഡിൽ നല്ല സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, മോശമായിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി നോക്കുക, എല്ലാ ഡോക്ടേഴ്സും 100% പക്കയാണോ? തീർച്ചയായിട്ടും അല്ല. നല്ല ഡോക്ടേഴ്സുണ്ട്, മോശം ഡോക്ടേഴ്സുണ്ട്, നല്ല ഹോസ്പിറ്റലുണ്ട്, മോശം ഹോസ്പിറ്റലുണ്ട്. ഫോറെവറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും 100% ഇതായിട്ടുള്ളവരാണോ? ലക്ഷക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പോൾ അൺഎത്തിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കമ്പനി ടെർമിനേറ്റ് ചെയ്ത് കളയും. സോ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും 100% പക്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ നിങ്ങൾ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ 3 കാര്യം ഓർക്കുക. കമ്പനിയെ കുറിച്ച് ഓർക്കുക, പ്രൊഡക്ഷനെ കുറിച്ച് ഓർക്കുക, നിങ്ങളുടെ മെൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ലൈൻ മാനേജർ ഉണ്ടാകും. ആ അപ്ലൈൻ മാനേജർ ആരാണെന്ന് നിങ്ങൾ തിരക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോറെവറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും F03 ആവട്ടെ ആർക്കും ആവട്ടെ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫേക്കായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കുറേ കാലയളവില്ല, കുറച്ച് കഴിയുമ്പോൾ അവരെ കമ്പനി ടെർമിനേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യുന്ന ഇതുണ്ട്. 1-2
കമ്പനികളോ ഒന്നോ രണ്ടോ ആളുകളെ കണ്ടെത്തി ഫോർ ഫേക്കാണ്, ഫീസ് ഫേക്കാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്നാൽ പിന്നെ എല്ലാ ഫീൽഡിലും എല്ലാ ഇൻഡസ്ട്രിയിലും ഫേക്ക് ഉള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നെഗറ്റീവ് പറയേണ്ടതെന്നല്ല ഞാൻ പറയണത്. ഈ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പരസ്യമില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. സ്വാഭാവികമായിട്ട് കമ്പനി ഇപ്പോൾ ഫോറെവറിനെ കുറിച്ച് നിങ്ങൾ വലിയ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കാണാൻ സാധിക്കില്ല. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ആണ്. നേരിട്ട് ഉൽപ്പന്നം കൺസ്യൂമറിലോട്ട് എത്തിക്കുന്ന ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകില്ല. അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്ത ആറുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ടാവും. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഫോറെവറിൻ്റെ അല്ലെങ്കിൽ FE03 കുറിച്ച് പറയുന്ന ആളുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം എന്നില്ല. അതോടൊപ്പം തന്നെ ഫേക്കായിട്ട് പറയുന്ന ആൾക്കാർ അവർ പറയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല. കാരണം ഇപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ അടുത്തിറങ്ങി മഞ്ഞുമേൽ ബോയ്സ് സിനിമ ഇറങ്ങി. എത്രയോ പേരാണ് പോസിറ്റീവ്, എത്ര പേരാണ് നെഗറ്റീവ് പറഞ്ഞത്? ഇതൊക്കെ സ്വാഭാവികമാണ്. പോസിറ്റീവ് പറയുന്നവരുണ്ടാവും, ഒരു വിഭാഗം നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഒരു സിനിമ നമ്മൾ കണ്ടു നല്ലതാണോ മോശമാണോ എന്ന് പറയുക ശരിയല്ലേ? കാണുന്നേക്കാൾ മുമ്പ് അത് ഫേക്കാണ്, കാണുന്നേക്കാൾ മുമ്പ് മറ്റുള്ളവർ പറഞ്ഞത് ഇതാണെന്ന് അതെങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? ഒരാളുടെ ആസ്വാദനത്തിന് എങ്ങനെ വേറൊരാൾക്ക് വിലയിരുത്താൻ സാധിക്കുക? ഇതുപോലെ തന്നെയാണിത്. അപ്പം നിങ്ങൾ നല്ലത് പറയുന്നവരെയും കേൾക്കണ്ട, നെഗറ്റീവ് പറയുന്നവരെയും കേൾക്കണ്ട. നിങ്ങൾ ഈ കമ്പനിയുടെയും ട്രെയിനിങ്സും ഓപ്പർച്യൂണിറ്റിയും പ്രൊഡക്ഷൻ നിങ്ങൾ കാണാൻ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നാണ് ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് കമ്പനി ശരിയല്ല, നിങ്ങൾ ട്രെയിനിങ്സും ഫുൾ അറിവ് കിട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ കമ്പനി ശരിയല്ല, പ്രൊഡക്ഷൻ ശരിയല്ല, ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെയ്യേണ്ട. പകരം നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനിക്കാനൊക്കെ താല്പര്യമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി പറയുന്നത് വെച്ചിട്ടല്ല നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ ഫ്യൂച്ചറോ നിങ്ങളെടുത്ത തീരുമാനത്തിനോ ചെയ്യേണ്ടത്. പോസിറ്റീവ് പറയുന്നവരുണ്ടാവും, നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവ് പറയുന്ന എല്ലാവരും ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ റീച്ച് കൂടാൻ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്ന തമിഴിൽ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നെഗറ്റീവ് വീഡിയോയ്ക്ക് ശ്രദ്ധ കൂടുതലുള്ളൂ, നെഗറ്റീവ് വീഡിയോയ്ക്ക് കൂടുതൽ ലൈക്സും റീച്ചും കൂടുതലുള്ളൂ. ഇത് സ്വാഭാവികമായിട്ട് അണ്ടർസ്റ്റുഡാണ്. കാരണം മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് നെഗറ്റീവിലോട്ട് തിരിയാനാണ്. സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് വരുന്നത് സ്വാഭാവികമായിട്ട് അതിന് റീച്ച് കൂട്ടാനാണ്. അപ്പം അങ്ങനെ റീച്ച് കൂട്ടാനും വരുമാനം ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വേറൊരാൾക്കാർ ഇവിടെ ഫോറെവറിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി ഫോറെവറിലോട്ട് വരാതെ ഇതെന്താണ് കമ്പനിയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കാതെ വേറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് ബിസിനസ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാർ മുഖം പോലും കാണിക്കാതെ പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കുക. അവരെന്താണോ ഫേക്ക് പറയണേ, അവരെന്താണോ നല്ലത് പറയണേ, അവരെന്താണോ ഇത് പറയണേ, അതൊന്നും നിങ്ങളുടെ ഇതാവാതെ നിങ്ങൾ കമ്പനിയും പ്രൊഡക്ഷൻ ട്രെയിനിങ്സും ഒക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഫോറെവർ പറ്റുന്നില്ല എന്ന് പറയാം. പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ ചെയ്യുമ്പോൾ, കാരണം അവരുടെ അഭിപ്രായത്തിന് അവരുടെ നെഗറ്റീവിനെ അവർ നിങ്ങളെ സ്വാധീനിച്ചു എന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ട്രെയിനിങ്സ് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാവുന്നതാണ് സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കമ്പാരിറ്റീവ്ലി ചോയ്സ്. ഇനി കസ്റ്റമറായിട്ട് മാത്രം ഇരിക്കണോ, ഇനി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ, വർക്ക് ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും ഫോറെവറിനെ കുറിച്ചും FE03 കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ, കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും പറ്റുള്ളൂ. ഞാൻ 2018 തൊട്ട് ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം വർഷങ്ങൾ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കറിയാം ഫോറെവറിൽ എന്താണ്, എങ്ങനെയാണ്, ഫേക്ക് ആണോ ജെനുവിൻ ആണോ, ആരാണ് എന്താണെന്നൊക്കെ. സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ കുറച്ച് നാൾ വർക്ക് ചെയ്തു, പിന്നീട് കുറച്ച് ഇൻകം ഏൺ ചെയ്ത് പിന്നീട് അവരെ പണിയെടുക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇൻകം ഏൺ ചെയ്യില്ല. പിന്നീട് അവരതിനെക്കുറിച്ച് നെഗറ്റീവ് പറയും. പിന്നെ എന്തുകൊണ്ടാണ് അവർ തുടക്കത്തിൽ നെഗറ്റീവ് പറയാതിരുന്നത്? അപ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇനി വേറെ ചിലവർ ഇതൊന്നും കേൾക്കാണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ടോ. സോ ഇതൊന്നും കേൾക്കാണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.